ഒരു ദിവസം മുഴുവൻ ഫാമിലി ഫ്രണ്ട്സുമായി അടിച്ചു പൊളിക്കാൻ പറ്റിയ മനോഹരമായ ഒരു സ്പോട്ട് തെന്മല. തെന്മല എക്കോ ടൂറിസത്തിന്റെ കാഴ്ചകളും ടൂറിസ്റ്റ് ഇൻഫർമേഷനുമാണ് ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ. യാത്ര ഇഷ്ടപ്പെടുന്ന എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. തെന്മല എക്കോ ടൂറിസത്തിനെ 6 സോണുകളായി തിരിച്ചിട്ടുണ്ട്. ഈ 6 സോണുകളിലേക്കുള്ള ടിക്കറ്റ് ഈ കാണുന്ന ഓഫീസിൽ വന്ന് വേണം എടുത്തിട്ട് പോകാൻ. ഓഫീസിന്റെ ഫ്രണ്ടിലായി തന്നെ ഒരു ദിനോസറിന്റെയും ഒരു ബഫലോയുടെയും സ്റ്റാച്ചു കാണാൻ കഴിയും. കൗണ്ടറിലെ സ്റ്റാഫുകളുടെയൊക്കെ നല്ല പെരുമാറ്റമായിരുന്നു. ഓരോ സോണിനെ കുറിച്ചും വിശദമായിട്ട് അവർ പറഞ്ഞു തരികയും ചെയ്യും. തേനിന്റെ മല എന്ന വാക്കിൽ നിന്നാണ് തെന്മല എന്ന പേര് വന്നത്. ഈ ഒരു എക്കോസിസ്റ്റത്തിനെ 6 സോണുകളായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. ലെഷർ സോൺ, അഡ്വഞ്ചർ സോൺ, ചിൽഡ്രൻസ് പാർക്ക്, ഡീർ റീഹാബിലിറ്റേഷൻ സെന്റർ, മത്സ്യഫെഡ് പബ്ലിക് അക്വേറിയം, ബട്ടർഫ്ലൈ സഫാരി പാർക്ക്. ഇതിൽ ആദ്യത്തേത് ലെഷർ സോൺ. ഒരാൾക്ക് 70 രൂപയാണ് ഇവിടുത്തെ എൻട്രി. നമ്മൾ ടിക്കറ്റ് എടുത്ത ഓഫീസിൽ നിന്നും ഒരു 200 മീറ്റർ നടന്നാൽ ഇവിടെ എത്താം. ഇതാണ് അങ്ങോട്ട് പോകേണ്ട വഴി. ഇതുവഴി എന്താ 2 ദിനോസർ തമ്മിൽ എന്തൊക്കെ സംസാരിക്കുന്നു. എന്താ അങ്ങനെ നമ്മള് തെന്നി വീഴല്ല ആരും. നല്ല തെന്നലുള്ള സ്ഥലമാണ്. അടിപൊളിയായിട്ട് വീഡിയോയിൽ കിട്ടും. പോകുന്ന വഴികളിലൊക്കെ ഫോട്ടോഷൂട്ടിന് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരുപാട് പേരെ കാണാൻ പറ്റും. മഴ ആയതുകൊണ്ട് ഇതെല്ലാം നമ്മൾ സ്കിപ്പ് ചെയ്തു പോവാം. ഇതിനകത്ത് കയറുന്ന ദിനോസറുകളുടെ ഒരു ലോകമാണ്. നമ്മൾ ജുറാസിക് പാർക്കിലെത്തിയ ഒരു ഫീലിംഗ്. ദിനോസർ കൂടാതെ 100 കണക്കിന് വെറൈറ്റി ശില്പങ്ങളും ഈ വനത്തിന്റെ ഉള്ളിൽ പലയിടങ്ങളിലായിട്ട് സ്ഥാപിച്ചിട്ടുണ്ട്. കുറച്ച് മുന്നോട്ട് നടന്നാൽ ഒരു സെൽഫി പോയിന്റിലെത്താം. പിന്നീട് നമ്മൾ എത്തിച്ചേരുന്നത് കല്ലട ഡാമിന്റെ മനോഹരമായ ഒരു വ്യൂ പോയിന്റിലേക്കാണ്. ഇനി നമ്മൾ പോകുന്നത് ഒരു സസ്പെൻഷൻ ബ്രിഡ്ജിലേക്കാണ്. ഒരേ സമയം 5 പേർക്ക് മാത്രം പ്രവേശനമുള്ള ഈ തൂക്കുപാലം നമ്മളെ ഒന്ന് ചെറുതായി ഭയപ്പെടുത്തും. സമയം 1:30 ഇനി ലഞ്ച് കഴിഞ്ഞിട്ട് അടുത്ത സോണുകളിലേക്ക് പോകാം. ഇതിനോട് ചേർന്ന് തന്നെ ഒരുപാട് ഹോട്ടലുകളുണ്ട്. ഞങ്ങൾ ഈ ഫാമിലി റെസ്റ്റോറൻറ്റിൽ കയറി. എന്താ കഴിക്കാൻ പോകുന്നത്? നല്ല വൃത്തിയും രുചികരവുമായ ഫുഡാണ് നമുക്ക് ലഭിച്ചത്. അടുത്തത് അഡ്വഞ്ചർ സോൺ. ഒരാൾക്ക് 180 രൂപയാണ് ഇവിടുത്തെ എൻട്രി ഫീ. നമ്മൾ കൗണ്ടറിൽ നിന്ന് എടുത്ത ടിക്കറ്റ് ഇവിടെ ചെക്ക് ചെയ്തതിനു ശേഷം അകത്തേക്ക് പ്രവേശിക്കാം. ഇനി നമ്മളെ കാത്തിരിക്കുന്നത് ഫോറസ്റ്റിന് മുകളിലൂടെയുള്ള ഒരു യാത്രയാണ്. കാടിന്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ടുള്ള ഈ യാത്ര നമ്മളെ മറ്റേതോ ലോകത്ത് എത്തിച്ചതുപോലെ തോന്നും. യാത്രയെ സ്നേഹിക്കുന്നവർ ഒരിക്കലും ഈ സ്പോട്ട് മിസ് ചെയ്യരുത്. ഈ സോണിൽ ഞങ്ങൾക്ക് ഏറ്റവും ആകർഷണീയമായി തോന്നിയത് വനത്തിനു മുകളിലൂടെയുള്ള ഈ ആകാശപാതയാണ്. വനത്തിനെ നശിപ്പിക്കാതെയുള്ള ഒരു മനോഹരമായ നിർമ്മിതി. ഇതിനുശേഷം ഈ കാട്ടിലൂടെയുള്ള യാത്ര ചെന്നെത്തുന്നത് ഒരു അഡ്വഞ്ചർ പാർക്കിലേക്കാണ്. സാഹസികത ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി ഒരുപാട് റൈഡുകൾ ഇവിടെയുണ്ട്. ഇവിടുത്തെ മറ്റൊരു അട്രാക്ഷനാണ് ഈ വലിയ മത്സ്യങ്ങൾ.
ബോട്ടിങ്ങിനും സിപ്പ് ലൈനും എല്ലാം നമ്മളെടുത്ത 150 രൂപ കൂടാതെ പ്രത്യേക ടിക്കറ്റ് എടുക്കണം. ഇവിടുന്ന് യാത്ര പറഞ്ഞ് ഞങ്ങളിനി അടുത്ത സോണിലെ കാഴ്ചകളിലേക്ക്. അടുത്തത് നമ്മുടെ കുട്ടികൾക്കായിട്ടുള്ള പാർക്ക്. ഒരാൾക്ക് 30 രൂപയാണ് എൻട്രി ഫീ. എല്ലാം പൊളിയാ. അടുത്തത് ബട്ടർഫ്ലൈ സഫാരി പാർക്ക്. ഒരാൾക്ക് 130 രൂപയാണ് ഇവിടുത്തെ എൻട്രി ഫീ. ഞങ്ങൾക്ക് ഇവിടെ വെറൈറ്റി പൂമ്പാറ്റയൊന്നും കാണാൻ സാധിച്ചില്ല. ഭാഗ്യം പരീക്ഷിക്കാൻ ഒരുക്കമാണെങ്കിൽ ഈ സോൺ നിങ്ങൾക്ക് ആസ്വദിക്കാവുന്നതാണ്. ഇനി നമ്മൾ പോകുന്നത് ടിക്കറ്റ് കൗണ്ടറിൽ നിന്നും 2 കിലോമീറ്റർ ദൂരെയുള്ള ഒരു സോണിലേക്കാണ്. ഡിയർ റീഹാബിറ്റേഷൻ സെന്റർ. ഒരാൾക്ക് 50 രൂപയാണ് ഇവിടുത്തെ എൻട്രി ഫീ. അഡ്വഞ്ചർ സോണോട് ചേർന്ന് തന്നെ മത്സ്യഫെഡിന്റെ ഒരു പബ്ലിക് അക്വേറിയവും കാണാൻ സാധിക്കും. ഒരാൾക്ക് 30 രൂപയാണ് എൻട്രി ഫീ. സോണുകളെ കുറിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഒരു റൂട്ട് മാപ്പ് പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അവിടെ നേരെ പോകുന്നത് അങ്ങോട്ടല്ല, ഇങ്ങോട്ട്. അഡ്വഞ്ചർ കൊണ്ട് ഓക്കെ. ബട്ടർഫ്ലൈ ഇതൊക്കെയാണ് തെന്മലയിലെ വ്യത്യസ്തമായ സോണുകൾ. ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന്റെ മാത്രം ടിക്കറ്റ് എടുത്ത് പോകുന്നതായിരിക്കും നല്ലത്. നിങ്ങൾക്ക് ഈ സോണുകളിൽ റേറ്റ് കൂടുതലായി തോന്നിയത് ഏത് സോണിനാണ്? ഇന്ത്യയിലെ ആദ്യത്തെ പ്ലാന്റ് എക്കോ ടൂറിസം കൂടിയാണിത്. മേള് ചെലപ്പോ ഇത് കുഴപ്പമില്ല, ചിത്ര ഇരുമ്പല്ലേ. നമ്മൾ ആ അറ്റത്തുനിന്ന് ഇങ്ങോട്ട് എത്തിപ്പിക്കുന്നു. ഡാമിന് മുകളിൽ കയറുന്നതിന് പ്രത്യേക എൻട്രൻസ് നമ്മൾ കണ്ടു. പക്ഷെ അങ്ങോട്ട് പോകാൻ സമയം കിട്ടാഞ്ഞതുകൊണ്ട് ഞങ്ങൾ പോയില്ല. 10 രൂപയാണ് എൻട്രൻസ് ഫീ എന്ന് തോന്നി. അടുത്ത ഒരു മനോഹര ടൂറിസ്റ്റ് പ്ലേസിന്റെ കാഴ്ചകളുമായി വീണ്ടും കാണാം. ബൈ. വിശക്കുന്നതിന്